ഇനി ഈ മഴക്കാലത്ത്, ഈ ദുരിതകാലത്ത് KSEBിയുടെ സാഹചര്യം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പോസ്റ്റ് ഒടിഞ്ഞ, നടുവൊടിഞ്ഞ KSEBയെ കുറിച്ചുള്ള, KSEBിയുടെ നഷ്ടക്കണക്കിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അതായത് നമ്മൾ ഈ പങ്കുവച്ച വിവരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കോടികളുടെ നഷ്ടമാണ് KSEBിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പോസ്റ്റ് ഒടിയുന്നു, ലൈനുകൾ തകരാറിലാകുന്നു, അത് വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇപ്പോൾ ആളുകളുടെ ഈ പരാതിയൊക്കെ കേട്ടില്ല, അതൊക്കെ കാരണമാണ്. പക്ഷേ KSEBിക്ക് നിലവിൽ ഇതെല്ലാം പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റാത്തൊരു വലിയ ഇഷ്യൂ ആയി നിലനിൽക്കുകയാണ്. 2317 ഹൈടെൻഷൻ പോസ്റ്റുകളാണ് വീണിരിക്കുന്നത്. 14,047 ലോ ടെൻഷൻ പോസ്റ്റുകളും തകർന്നു. എത്ര വലിയ കണക്കാണ് അല്ലേ? ഇത്രയധികം പോസ്റ്റുകൾ തകർന്നത് KSEBിയെ സംബന്ധിച്ച് ഇത് തകരാർ പരിഹരിക്കാൻ ഏറെ സമയമെടുക്കും. അതിന് കൂടുതൽ ജോലിക്കാരുടെ ആവശ്യങ്ങൾ വരും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരിടത്ത് പോസ്റ്റ് വീണു എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് ജീവനക്കാർ ഓടുമ്പോഴേക്കും അടുത്തടുത്ത് 2 പോസ്റ്റ് വീഴും. അപ്പോൾ അത് അവർക്ക് കൈകാര്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ്. സാമ്പത്തികമായി അതുകൊണ്ട് ഈ കാലവർഷം KSEBിയെ ഞെരുക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. 86,67,00,000 രൂപയാണ് ഈ ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ മാത്രം KSEBിക്ക് ഉണ്ടായ നഷ്ടം. 4,61,993 ഉപയോക്താക്കൾക്ക് വലിയ തോതിൽ വൈദ്യുതി ബന്ധം നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടായി. 40 ലക്ഷത്തിലധികം കണക്ഷനുകൾ ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ ആയിട്ട് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നത് ആശ്വാസമാണ്. ഈ കണക്കുകളാണ് 2317 പോസ്റ്റുകൾ, 14,047 ലോ ടെൻഷൻ പോസ്റ്റുകൾ, ഇങ്ങനെയാണ് തകർന്നിരിക്കുന്നത്. 86 കോടിയുടെ നഷ്ടമുണ്ടായി. ദിവസങ്ങൾ 4-5 ദിവസം ആയിട്ടുള്ളൂ കാലവർഷം ഇത്ര ശക്തമായിട്ട്. അതോടനുബന്ധിച്ചാണ് ഇത്രയേറെ വലിയ നഷ്ടം KSEB അനുഭവിക്കുന്നത്.